ഇതൊന്നുമല്ല. ഇത് പൊട്ടിക്കുമ്പോൾ പിണറായി പറഞ്ഞ പോലെ കഷ്ടിച്ച് UDF LDFിനാണ് വിജയമെങ്കിൽ മാറിപ്പോയില്ലേ. അപ്പം കെ.സി. വേണുഗോപാലിന് സെൻട്രലിൽ ഒരു പവർ കൂടെ ഉണ്ട്. ആ പവർ കൂടെ വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിലും ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലും മറ്റ് പ്രവർത്തനം മാനേജ് ചെയ്യുന്ന കാര്യത്തിലും വേണുഗോപാൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് UDF ഇങ്ങനെ ഒരു വടംവലി നടത്തിയത് ശരിയായില്ല. കെ.സി. വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും ഒരഭികാമ്യമല്ല. ഇതൊന്നുമല്ല. ഇത് പൊട്ടിക്കുമ്പോൾ പിണറായി പറഞ്ഞ പോലെ കഷ്ടിച്ച് LDFിനാണ് വിജയമെങ്കിൽ മാറിപ്പോയില്ലേ ഈ പറഞ്ഞതല്ല. അപ്പോൾ വിജയം ആർക്കാണെന്ന് വന്ന ശേഷം ഇതിനെപ്പറ്റി ചർച്ച വയ്ക്കുന്നതായിരുന്നു നല്ലത്. ഏതായാലും കോൺഗ്രസിന് ഇതുള്ളതാണ്. എന്നും ഇലക്ഷൻ ഉള്ളപ്പോഴും ഇലക്ഷൻ ഇല്ലാത്തപ്പോഴും ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പും ഇങ്ങനെ തമ്മിലുള്ള ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആ അപകർഷത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം. സുധീരനല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ നമ്മുടെ രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ സുധാകരൻ, ഇങ്ങനെ പലരും ഒരുപാട് മോഹങ്ങളുമായിട്ട് വലിയ തലത്തിൽ വെള്ളമഴിച്ചേണ്ട ജനങ്ങളെല്ലാം നിൽപ്പുണ്ട്. അതൊരു കോൺഗ്രസ് സംസ്കാരമാണ്. അതിനെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കോൺഗ്രസ് സംസ്കാരം. യോഗ്യത ജയിച്ചു വന്ന എല്ലാവർക്കും യോഗ്യതയുണ്ട്. കോൺഗ്രസിൽ ആർക്കാണ് അയോഗ്യൻ? എനിക്കറിയാം. അല്ല, VD സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ TV-യിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻഷ്യൽ കൺട്രോളും സ്ഥാനാർത്ഥി എന്നതും പ്രശ്നങ്ങളുള്ളപ്പോൾ എല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. പലയിടത്തും പ്രശ്നമുണ്ടായിരുന്നല്ലോ, അതെല്ലാം VDക്ക് സാധിച്ചില്ലല്ലോ. അതെല്ലാം അദ്ദേഹമാണ്. അത് സെൻട്രൽ പവർ ഉണ്ടല്ലോ, ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ പങ്ക് നല്ലപോലെ വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനമാണ് UDF ഇനി അധികാരത്തിൽ കൊണ്ടുവന്നാൽ പോലും അതിന് പ്രയോജനപ്പെടുക എന്നുള്ളതാണ് ആ പക്ഷക്കാർ പറയുന്നത്, VD പക്ഷക്കാർ പറയുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പെട്ടി പൊട്ടിച്ചിട്ട് പറഞ്ഞാലേ നല്ലത്. ഇതിപ്പോൾ എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു, മറ്റു വിഭാഗം പറയുന്നു ആലപ്പുഴയിൽ നിന്നും വേണമെന്ന്. അത് അവർക്ക് അഭിപ്രായങ്ങളല്ലേ. ഇതാണ് ഈ കോൺഗ്രസിനുള്ള കാര്യം. അവർ തമ്മിൽ ഇത് തന്നെ കോൺഗ്രസ് തന്നെ ഇല്ലാതാക്കും. ആലപ്പുഴ എന്ന് പറയും ഒരാളാണ്, എറണാകുളത്ത് നിന്ന് പറയും മറ്റൊരാൾ. ഇതാണ് കോൺഗ്രസ് സംസ്കാരം. അത് നമ്മൾ വലിയ കണക്കുകൂട്ടുന്ന കാര്യമില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയല്ലേ. എന്നും ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ അവസാനം ഇവരെല്ലാം ഒത്തുകൂടുകയും ചെയ്യും. ഇതിൻ്റെ ഭരണം തുടങ്ങിയ ശേഷം തമ്മിലടിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അവരെല്ലാവരും യോഗ്യന്മാരാണ്. കെ.സി. വേണുഗോപാലിന് അയോഗ്യനെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? കെ.സി. വേണുഗോപാൽ ഇവിടുത്തെ പ്രോബ്ലംസുകളും പലരും കയറി നിന്നപ്പോൾ അതെല്ലാം തീർത്തതാരാണ്? എല്ലാം കെ.സി. വേണുഗോപാലല്ലേ. പിന്നെ ഇവിടെ എല്ലാം ആവശ്യമുള്ള ഫണ്ട് കൊണ്ടുവന്നാരാണ്? കെ.സി. വേണുഗോപാലല്ലേ. അപ്പം കെ.സി. വേണുഗോപാലിന് സെൻട്രലിൽ ഒരു പവർ കൂടെ ഉണ്ട്. ആ പവർ കൂടെ വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിലും ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലും മറ്റ് പ്രവർത്തനം മാനേജ് ചെയ്യുന്ന കാര്യത്തിലും വേണുഗോപാൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ രമേശ് ചെന്നിത്തല അപ്രസക്തനായി പോവാണ് ഇവരുടെ രണ്ടുപേരുടെ VD സതീശനും കെ.സി. വേണുഗോപാലും കൂടെ. അപ്രസക്തനാണെന്ന് പറ്റി പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് സീനിയറായ ഒരാളാണ്. കാരണം ആര് വിചാരിച്ചാലും അപ്രസക്തനാക്കാൻ സാധിക്കില്ല. കാരണം പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ACC സെക്രട്ടറി തൊട്ട് കോൺഗ്രസിൻ്റെ അത്യുന്നത പദങ്ങളിൽ ഇത്രയും നാൾ ഇരുന്ന് പാരമ്പര്യമുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് സ്വാധീനം അതുപോലെ ചെലുത്താനുള്ള കഴിവുള്ള ആളാണ്. പിന്നെ ഭാഷകൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെ നല്ലപോലെ സംസാരിക്കും. അതാണ് ഒരു നേതൃത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി ആരും ഒരു കോൺട്രവേഴ്സി പറഞ്ഞ് നമ്മൾ നാളെ കേട്ടിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. 3 പേരും കൊള്ളാം. ഈ പിണറായി 3ാം സർക്കാർ വരുമെന്ന് പറയുമ്പോഴും അവിടെ മുഖ്യമന്ത്രി ആരാണെന്നത് പോലും ഒരു ചർച്ച നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ല. പിണറായി തന്നെ അതിനവിടെ ചർച്ച കൊണ്ട് ഈ കോൺഗ്രസ് അല്ലേ ഇടതുപക്ഷത്തിന് നയിക്കാനും പറയാനും
അതിന് തീരുമാനിക്കാനും ഒരു നേതാവുണ്ട്, നേതൃത്വമുണ്ട്. അതുകൊണ്ട് അവിടെ ജയിക്കുകയാണെങ്കിൽ പിണറായി തന്നെ ആയിരിക്കും. ഈ ശബരിമല സ്വർണ്ണപ്പുഴയുടെ അന്വേഷണം ഇഡിയുടെ അന്വേഷണം ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നിലച്ചു പോകില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം നിലച്ചു പോകും. ഈ സ്വർണവും പോകും, അതും കൊടിമരവും പോകും, എല്ലാം പോകും. അതൊക്കെ ഇലക്ഷൻ വരെ ഇതെല്ലാവരും കൊണ്ടു നടക്കും.